ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി, അതായത് വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കാം. അത് ഗുഡ് മിൽക്ക് ബേസിലും കാണിക്കുന്നുണ്ട്, അതേപോലെ ഗ്ലിസറിൻ ബേസിലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഡൗട്ട് വരും. അപ്പോൾ ഡൗട്ടുകളുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിന് വിളിക്കരുത്. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, എനിക്ക് ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക, കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ ഇടാം കേട്ടോ, ഡൗട്ടൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്ത് കുറച്ച് മുന്നെയാണ് എടുത്ത് വെച്ചതാണ് കേട്ടോ. പക്ഷേ സാധനം ഒന്നും കേടൊന്നിട്ടൊന്നുമില്ല. കുറച്ച് മുന്നേ ഞാൻ മഞ്ഞൾ വീട്ടിൽ തന്നെ ഉണ്ടായപ്പോൾ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. നമ്മൾ പിഴിഞ്ഞെടുത്ത് പൊടിച്ചതൊന്നുമല്ല. കുറച്ച് അന്നൊന്നും എനിക്ക് യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ക്രേസി ആയിരുന്നു, കാണുമ്പോൾ ഉണക്കി പൊടിച്ച് വെക്കും, അതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചതാണ്. നല്ല കളറുള്ള പൗഡറാണ്. നിങ്ങൾ കറിയിലിടുന്ന പൗഡറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ 10 ഗ്രാം പൗഡറാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റൊക്കെ ഞാൻ ഈ സ്കെയിലിൽ കാണിക്കും, അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ, ആ വെയ്റ്റിംഗ് സ്കെയിലിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ DM വാട്ടറാണ് ആദ്യം ഉപയോഗിച്ചെടുക്കുന്നത്. ആദ്യം നമുക്കിത് കട്ടൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്ന സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ, വിസ്കൊന്നുമല്ല, സ്പൂണിട്ട് ഒന്ന് കട്ടില്ലാണ്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിൽ ഞാൻ മിക്സിയിൽ വെച്ച് അടിച്ചത് കൊണ്ടാണ്. മഞ്ഞൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഹാർഡായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഹാർഡാണ്. അപ്പോൾ അത് പൊടിക്കുമ്പോൾ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ മില്ലിലൊന്നും കൊണ്ടുപോയി പൊടിച്ചതല്ല, നമ്മൾ ജാറിലിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് നല്ല ഫൈൻ പൊടിയല്ല. അപ്പോൾ നമുക്കിതിൻ്റെ എന്തായാലും അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് നല്ലോണം എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്തു, പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ എക്സ്ട്രാക്റ്റ് അതായത് നമ്മൾ ചേർത്ത DM വാട്ടറിലോട്ട് ആ നമ്മളെ മഞ്ഞളിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ ഇത് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചു. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ബേസ് എടുക്കാം കേട്ടോ. സോപ്പിൻ്റെ ബേസാണത്. നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഗ്ലിസറിൻ ബേസാണ്. 200 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 സോപ്പ് ഉണ്ടാക്കാനുള്ളത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും ഓർഡർ വരുന്നതൊന്നുമല്ല മഞ്ഞൾ സോപ്പ്. അപ്പോൾ ഓർഡർ വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരോടാണ് സ്റ്റീൽ പാത്രം മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാം. അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആവണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ബേസ് മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുക. എത്രയും കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ ബേസ് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ബേസ് എടുത്താലേ നമുക്ക് നല്ല സോപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്നത്. ഇപ്പോൾ അടുത്തും കൂടി ഒരാൾ വിളിച്ചു, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കോൾ ചെയ്യരുത്. എന്ത് ഡൗട്ടാണെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാലും വേണ്ടിയില്ല, നിങ്ങൾ ഇതിൽ കമൻ്റ് ആക്കി ഇട്ടാലും ഞാൻ അതിന് റിപ്ലൈ തരും. വാട്സപ്പിലും ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ നേരം കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർ തന്നെ നമുക്കത് ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇതിൽ നിന്ന് എടുക്കണം. അതിന് ഞാൻ ഈ ഡബിൾ ബോയിലിംഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ വെച്ചതുകൊണ്ട് അതിലേക്ക് ഹീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാനതൊരു സ്റ്റീലിൻ്റെ ബോളിലോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ചൂടായിട്ട് അതിൻ്റെ സത്ത് ആ വെള്ളത്തിലോട്ട് കിട്ടണം. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ചെറിയ ബോൾ എടുത്തിട്ട് അതിലേക്ക് മാറ്റണേ. നിങ്ങൾ കറിയിലിടുന്ന മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കരുത് കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പച്ചമഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ കറിക്ക് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പൗഡർ ഉപയോഗിച്ച് നിങ്ങൾ സോപ്പ് ചെയ്യരുത് കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഉണക്കി നിങ്ങൾ ജാറിൽ തന്നെ ഇട്ട് ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി, ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കുറുകി വരുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ DM വാട്ടർ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. മിനറൽ വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഷെൽഫ് ലൈഫ് കുറക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ DM വാട്ടർ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ എന്നാ ഉപയോഗിക്കുക അതൊന്നും നമുക്കറിയില്ലല്ലോ, എത്ര കാലം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കുറേ സോപ്പുകൾ നമ്മളടുത്ത് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇത് യൂസ് ചെയ്തോളണമെന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക്
എടുത്തു വെച്ച മഞ്ഞളിൻ്റെ ലിക്വിഡ് എത്ര ഉണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മെഷർ ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്ര ഉണ്ടാവും ഒക്കെ ഉള്ളത്. ആ സ്കെയിലിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ തരികളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ശീലയിലോ ഇങ്ങനെ അരിപ്പയിലൊക്കെ അരിച്ചെടുക്കാം. അതില്ല ഫൈൻ പൗഡർ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മില്ലിലൊക്കെ കൊണ്ട് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇത്രയും തരിയാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാ ജ്യൂസ് ആണെങ്കിൽ നമുക്ക് ഇത്രയാണ് എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽക്കാണ് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ളത് കേട്ടോ. എല്ലാത്തിൻ്റെ വെയിറ്റും ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സൂം ചെയ്തിട്ട് ദയവ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും, അതാണ് പറയാൻ കാരണം കേട്ടോ. ഇത് നമ്മുടെ ഓറഞ്ച് ജെല്ല് ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്ത ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണാം. അപ്പോൾ മനസ്സിലാവും അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിലെന്തെല്ലാം ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഓറഞ്ച് ജെല്ലും അതേപോലെ ഈ മോയ്സ്ചറൈസിങ് ക്രീമും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച പാത്രം ചെറുതായതുകൊണ്ട് ഇതിൽ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ ബൗളെടുത്തിട്ട് അതിലേക്ക് മാറ്റാണ്. ഒരു 60 ഗ്രാമോളം ഞാൻ ഓറഞ്ച് ജെല്ല് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളിതിൽ തന്നെ ഉണ്ടാവും. മോയ്സ്ചറൈസിങ് ക്രീം വിത്തൗട്ട് ജെൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ക്രീം ബേസ് എന്ന് കേട്ടോ, സോറി, അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ ബേസ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ സ്പൂൺ കണക്കിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അത്രയും മതി കേട്ടോ. കാരണം നമ്മൾ ആകെ 200 ഗ്രാം ബേസ് എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, ചൂടുകാലമാണ്. ഗ്ലിസറിൻ ബേസിന് അത്ര കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഗുഡ് മിൽക്ക് ഷിയ ബട്ടറൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കരുത്. കാരണം എന്താ പറയുക, ഒരു ഉറപ്പില്ലാണ്ടൊരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഗോഡ് മിൽക്കിൽ അത് ചെയ്തപ്പോൾ പറ്റിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ഗോഡ് മിൽക്ക് ബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എല്ലാ പോർഷനും എടുത്തിട്ട് നമ്മൾ പിന്നെ ഗോഡ് മിൽക്കിലാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് ഗോഡ് മിൽക്കിൻ്റെ സോപ്പിന് ജസ്റ്റ് ഒരു ഉറപ്പ് കുറവ് പോലെ തോന്നിയിരുന്നു. പിന്നെ പ്രത്യേകം ഇപ്പോൾ ചൂടാണ്, ഭയങ്കര ചൂടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരിയും കൂടി എടുത്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ ബേസ് പിന്നെ അതൊക്കെ കുറച്ചൊന്ന് ഇത് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ മോൾഡിലോട്ട് ഒഴിക്കുന്നതിന് മുന്നേ, ഇനിയിപ്പോൾ നമുക്ക് മോൾഡിലോട്ട് ഒഴിക്കാം, അതിന് മുന്നേ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യണം. ഞാനത് മറന്നു പോയിട്ടോ. ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോൾഡൊക്കെ ഇതവിടെ സെറ്റ് ചെയ്യുന്ന തിരക്കിൽ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ നിങ്ങൾ ഈ ടൈമിൽ ഫ്രാഗ്രൻസ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് മോൾഡിലോട്ട് ഒഴിക്കട്ടോ. 100 ഗ്രാമിൻ്റെ ഫ്ലവർ ഷേപ്പ് വരുന്ന മോൾഡാണ് കേട്ടോ. അപ്പോൾ 2 സോപ്പിന് നല്ല തികച്ച് പാകത്തിനാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സോപ്പ് 100 ഗ്രാമിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു വെയിറ്റും കൂടി വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ റബ്ബിംഗ് ആൽക്കഹോളാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ബബിൾസൊക്കെ പോയി നല്ല നീറ്റായിട്ട് സോപ്പ് കിട്ടാനാണ് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതാ 296 ഗ്രാം ഗോഡ് മിൽക്കിൻ്റെ ബേസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രീമിയം ക്വാളിറ്റിയാണ്. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിന് പകരം ജസ്റ്റ് ആ പാട കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് സ്പൂണായിട്ട് വൈപ്പ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അല്ല വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ ബബിൾസ് ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മളെ വീട്ടിലല്ലേ, അതിൻ്റെ ഒന്നും കുഴപ്പമില്ല. കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നീറ്റ്നെസ്സിൽ കൊടുക്കുക കേട്ടോ. ഇനി ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഫുള്ള് ഞാൻ ഇതിലോട്ടാണ് ചേർക്കുക, നമ്മുടെ എന്തിലോട്ട്, ഗോഡ് മിൽക്കിലോട്ടാണ് ചേർത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ടർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മുടെ അടുത്ത് അപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതും ഈ ഒരു കാറ്റഗറി പെടുന്ന സംഭവമല്ലേ, ആ സ്മെല്ല് ബാലൻസ് ചെയ്ത് പോയിക്കൊള്ളുമല്ലോ. അപ്പോൾ ഇനി നമുക്കിതിൽ ഒരു 3 സോപ്പൊക്കെ കിട്ടുമായിരിക്കും. 296 ഗ്രാമല്ലേ നമ്മൾ എടുത്തത്. മൂന്ന് സോപ്പും 1 ചെറിയ സോപ്പായിട്ടും കിട്ടുമായിരിക്കും കേട്ടോ. അതാ കിട്ടും. അപ്പോൾ നമ്മൾ 296 ഗ്രാമാണ് എടുത്തത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഫുള്ളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. ഇനി നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ, കുട്ടികളൊന്നും ഉള്ള റൂമാണെങ്കിൽ നിങ്ങളത് അടച്ചിടുക. കുട്ടികളൊന്നും വന്ന് നോക്കാതെ പിടിച്ച് വലിക്കാനൊക്കെ സാധ്യതകളുണ്ട്. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ക്യൂരിയോസിറ്റി കയറി എന്താ ഇത് സംഭവം എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു പോകാത്ത റൂമിൽ വെച്ച് ചെയ്യാം, എന്നിട്ട് വാതിലടച്ചിട്ട് വരാം കേട്ടോ. ഇനി റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്താൽ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനത് വൈകുന്നേരം ചെയ്താൽ എന്നും രാത്രി ഒരു 7 മണി 8 മണി ടൈമിലാണ് ഡിമോൾഡ് ചെയ്യൽ കേട്ടോ. നല്ല സെറ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനിൽ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ലൊരു ചോയ്സാണ്. കാണുമ്പോൾ ഒരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം കേട്ടോ, റിട്ടേൺ ഗിഫ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണ് വെക്കുന്നതിന് മുന്നേ. 103 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മോൾഡ് 100 ഗ്രാമിൽ കൂടുതൽ കൊള്ളുന്ന മോൾഡാണ് കേട്ടോ. ഇനി എല്ലാം നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ടൈം നിങ്ങൾ മോൾഡ് നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെക്കാണ്ട് പെട്ടെന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് വെയിറ്റൊക്കെ നോക്കി എടുത്ത് വെക്കുകയാണ്. എല്ലാതും 100 ഗ്രാമിൻ്റെ മുകളിലുണ്ടായിരുന്നു. ആ ചെറിയ സോപ്പ് മാത്രമേ ഉണ്ടാവും കുറവ് കേട്ടോ. എല്ലാതും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല ഫ്ലവർ ഷേപ്പൊക്കെ വന്നതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക. അങ്ങനെ അപ്പോഴൊക്കെല്ലാം നമുക്ക് ഒരു വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു സോപ്പാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടത്. ഗ്ലിസറിൻ ബേസിൽ ചെയ്തിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന നല്ലൊരു ചോയ്സാണ്. കാരണം ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇത് വരും. പിന്നെ നിങ്ങൾക്ക് അതിൽ ഓർഡർ കൂടും. അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ആദ്യം നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ, അതേപോലെ ഫാമിലി സർക്കിളൊക്കെ വേണം. എന്നാലേ നമ്മുടെ ഏതൊരു ബിസിനസ്സാണെങ്കിലും നമുക്ക് വലുതാക്കാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം ആദ്യം അവരാണ് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അതില്ലാന്ന് കരുതി നമ്മൾ വളരാതിരിക്കൊന്നുമില്ല കേട്ടോ, അത് വേറെയാണ്. പക്ഷെ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കണ്ട എനിക്ക് ഓർഡർ ഉള്ളതാണ് നമ്മുടെ കരിഞ്ചീരക സോപ്പാണ്, ബ്ലാക്ക് ക്യുമിൻ സീഡിൻ്റെ സോപ്പാണത്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൾ ചെയ്യരുത് ആരും, ദയവ് ചെയ്തിട്ട് വാട്സപ്പിൽ നിങ്ങൾ ചോദിച്ചോളൂ, പറയാം. എന്തെങ്കിലും സോപ്പ് മേക്കുമായിട്ട് ഡൗട്ടുള്ളവർ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ചോദിക്കുക. അതിന് നിങ്ങൾ വാട്സപ്പിലോട്ടും വരണ്ട, കോളും ചെയ്യേണ്ട, ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. ഈ സോപ്പ് മേക്കിങ്ങുമായിട്ടുള്ള ഡൗട്ടാണെങ്കിൽ കേട്ടോ. പിന്നെ എല്ലാവരും 1 kg ബേസിൻ്റെ റേറ്റ് ഓരോ റേറ്റ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കോളൂ, നമ്മൾ അതിനൊക്കെയുള്ള റിപ്ലൈ തരും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സോപ്പിൻ്റെ ബേസ് മാത്രമല്ല നമ്മളടുത്ത് ഷാമ്പൂ ബേസ്, ഫേസ് വാഷ് ബേസ്, അതേപോലെ ജെല്ല് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടവർ